ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2024 സെപ്റ്റംബർ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ പെൻഷൻ പരിഷ്കരണം ജനവിധി സെപ്റ്റംബർ 22-ന്. സ്റ്റേറ്റ് പെൻഷൻ ആഹഫൗ കുട്ടികൾക്കുള്ള അലവൻസ് 2025 മുതൽ വർദ്ധിക്കുന്നു. ഭീകരാക്രമണം, കടുത്ത നടപടികളുമായി ജർമ്മനി. SMA ബി ഫ്രണ്ട്സ് കേളി ഓണാഘോഷ വാർത്തകൾ. വാർത്തകൾ വിശദമായി. 2023 പാർലമെൻറ്റ് പാസ്സാക്കിയ തൊഴിൽ പരിഷ്കരണ നിയമത്തിനെതിരെ ജനം ആവശ്യപ്പെട്ടിരിക്കുന്ന റഫറണ്ടം സെപ്റ്റംബർ 22-ന് വോട്ടിന് വരികയാണ്. കഴിഞ്ഞ മാസത്തെ ബുള്ളറ്റിനിൽ ഈ വിഷയം വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. SP ഗ്രീൻ എന്നീ 2 പാർട്ടികളൊഴികെ രാജ്യത്തെ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഈ നിയമം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിനായി പ്രചാരണങ്ങളും നടത്തിവരുന്നു. എല്ലാ മേഖലയിലെയും തൊഴിൽദാതാക്കളും തൊഴിലാളികളും ഈ നിയമത്തിൽ സംതൃപ്തരല്ല. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജീവനക്കാരായ 70,000-ഓളം ആളുകൾക്ക് നിയമം ഗുണകരമാകും. നിലവിലെ നിയമപ്രകാരം വാർഷിക ശമ്പളം 22,050-ന് മുകളിൽ വരുന്നവരാണ് പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടത്. പുതിയ നിയമത്തിൽ ഈ വരുമാന പരിധി 19,845 കുറയ്ക്കുന്നത് കൊണ്ട് കൂടുതൽ പേർ പെൻഷൻ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ വരുന്നു. പാർട്ട് ടൈം ജോലി നൽകുന്ന തൊഴിൽദാതാക്കൾ നിയമത്തിന് അനുകൂലമല്ല. കോർഡിനേഷൻ ഡിഡക്ഷൻ നിലവിലെ നിയമപ്രകാരം 25,725 ഫ്രാങ്കാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ആഹഫൗ പെൻഷൻ തുകയാണിത്. ഒരാളുടെ വാർഷിക ശമ്പളത്തിൽ നിന്നും ഈ തുക കുറച്ചതിന് ശേഷമുള്ള തുകയ്ക്കാണ് പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടത്. കുറഞ്ഞ വരുമാനക്കാരിൽ നിന്നും ഈ തുക കുറച്ച ശേഷം നിസ്സാര വിഹിതം മാത്രമാണ് പെൻഷൻ ഫണ്ടിലേക്ക് എത്തുക. എന്നാൽ നിയമപരിഷ്കരണത്തിൽ കോർഡിനേഷൻ ഡിഡക്ഷൻ വരുമാനത്തിന് 20% ആയി മാറ്റിയിട്ടുള്ളത് കുറഞ്ഞ വരുമാനക്കാർക്ക് ഗുണകരമാണ്. പെൻഷൻ അടവിനുള്ള വരുമാന പരിധി കുറച്ചതും കോർഡിനേഷൻ ഡിഡക്ഷൻ 20% മാറ്റിയതുമാണ് ഈ നിയമത്തിലെ പോസിറ്റീവായ 2 ഘടകങ്ങൾ. ഇതുകൂടാതെ 3 മാറ്റങ്ങൾ കൂടി ഈ നിയമത്തിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 2 പോയിന്റുകൾ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഒന്നാമത്തേത് മാൻഡേറ്ററി പെൻഷൻ തുകയുടെ കൺവേർഷൻ റേറ്റ് 6.8% നിന്നും 6% ആയി കുറയ്ക്കുന്നു. രണ്ടാമത്തേത് നിലവിൽ പെൻഷൻ അടവിനുള്ള പ്രായ ഗ്രൂപ്പുകൾ 4 ആയിരുന്നത് 2 ആയി കുറച്ചിരിക്കുന്നു എന്നതാണ്. 25 മുതൽ 44 വയസ്സ് വരെ 9%, 45 മുതൽ 65 വരെ 14%മാണ് അടവ് വിഹിതമായി പുതിയ നിയമത്തിൽ വരുന്നത്. നിലവിലെ നിയമത്തിൽ 45 മുതൽ 54 വയസ്സ് വരെ 15%, 55 മുതൽ 65 വരെ 18% ഉണ്ടായിരുന്നിടത്താണ് കുറവ് സംഭവിക്കുന്നത്. നിലവിലെ നിയമത്തിൽ 25 മുതൽ 34 വരെ 7%, 35 മുതൽ 44 വരെ 10% അടവുണ്ടായിരുന്നത് ഒറ്റ ഗ്രൂപ്പിലാക്കി 9% എന്ന പുതിയ നിയമത്തിൽ മാറ്റിയിരിക്കുന്നു. ഈ ഗ്രൂപ്പിലെ അടവ് വിഹിതത്തിൻ്റെ ആവറേജ് നോക്കിയാൽ നേരിയ വർധന ഉണ്ടാകുന്നുവെങ്കിലും 45 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ അടവ് വിഹിതത്തിൽ കുറവുണ്ടാകുന്നു. ഇതിന് പരിഹാരമായി നൽകുന്ന നിർദ്ദേശമാണ് പരിഷ്കരണത്തിലെ 5-ാമത്തെ പോയിന്റ്. നിയമം നിലവിൽ വരുന്നത് മുതൽ പെൻഷൻ ആകുന്നവർക്ക് 100 മുതൽ 200 ഫ്രാങ്ക് വരെ ആശ്വാസ വർധനവ് പെൻഷൻ നൽകുന്നതാണ്. എന്നാൽ പെൻഷൻ ഫണ്ടിൽ 4,41,000 ഫ്രാങ്കിന് മേൽ നിക്ഷേപമുള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. തമേദിയ ഓഗസ്റ്റ് മാസം നടത്തിയ അഭിപ്രായ സർവേ വ്യക്തമാക്കിയത് 59% പേർ പെൻഷൻ നിയമപരിഷ്കരണത്തിന് അനുകൂലമല്ല എന്നാണ്. 50 വയസ്സിന് മേൽ പ്രായമുള്ളവർ തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന കാരണത്താൽ എതിർത്ത് വോട്ട് ചെയ്യുമെന്നാണ് സർവേ പറയുന്നത്. ബേൺ ആസ്ഥാനമായ GFS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് 12 വരെ നടത്തിയ സർവേ വ്യക്തമാക്കിയത് നിയമത്തിന് അനുകൂലമായി 49% പേർ അഭിപ്രായപ്പെട്ടു എന്നാണ്. കുറഞ്ഞ വരുമാനക്കാരായ പാർട്ട് ടൈം ജീവനക്കാർ ഗുണമുണ്ടാകുന്നു എന്നതിൽ യോജിപ്പുണ്ടെങ്കിലും അടവ് വിഹിതത്തിനനുസരിച്ച് പെൻഷൻ പിന്നീട് ലഭിക്കില്ല എന്നതിൽ എതിർപ്പുമുണ്ട്. SGB, യൂണിയ, VPOD എന്നീ തൊഴിലാളി സംഘടനകൾ ഈ നിയമം പരാജയപ്പെടുത്തുവാൻ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പെൻഷൻ ഫണ്ടിലേക്ക് അടവ് കൂടുകയും ഒരു മാസം 270 ഫ്രാങ്കിൻ്റെ വരെ കുറവ് പിന്നീട് പെൻഷൻ ഉണ്ടാകുന്ന വിധമാണ് നിയമം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സംഘടനകൾ പറയുന്നു. നിലവിൽ 50 വയസ്സ് കഴിഞ്ഞവർക്ക് നഷ്ടം സംഭവിക്കുമെന്ന് അവർ ഉറപ്പായും പറയുന്നു. ധനകാര്യ സ്ഥാപനങ്ങൾക്കും രാജ്യത്തെ 1,300 പെൻഷൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും അമിത ലാഭം ഉണ്ടാകുന്ന വിധം ബുദ്ധിപൂർവ്വം തയ്യാറാക്കപ്പെട്ടതാണ് ഈ നിയമമെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത്.
അഹഫൗ പെൻഷൻ ഫണ്ടിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സ്ത്രീകളുടെ പെൻഷൻ പ്രായം 65 ആക്കുകയും എന്നാൽ തൊഴിൽ പെൻഷൻ പരിഷ്കരണത്തിൽ സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വനിതാ സംഘടനകളും ആരോപിക്കുന്നു. കെ ടിപ്പ് മാസികയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നിയമം തൊഴിലാളികൾക്ക് നഷ്ടം വരുത്തുന്നതും പെൻഷൻ സ്ഥാപനങ്ങൾക്ക് നേട്ടമുണ്ടാക്കുമെന്നും ആണ്. ജോലി ചെയ്യുന്ന കാലത്ത് കൂടുതൽ വിഹിതം അടയ്ക്കുകയും എന്നാൽ ഓരോ വർഷവും 3200 ഫ്രാങ്കിൻ്റെ വീതം കുറവ് പെൻഷനിൽ സംഭവിക്കുകയും ചെയ്യുന്ന വിധമാണ് നിയമം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് തൊഴിലാളി സംഘടനയായ SGBയുടെ പെൻഷൻ എക്സ്പെർട്ട് ഗബ്രിയേല മെഡിസി അഭിപ്രായപ്പെടുന്നു. പെൻഷൻ പരിഷ്കരണ നിയമത്തെപ്പറ്റി കെ ടിപ്പ് എന്ന പ്രസിദ്ധീകരണവും SGB എന്ന തൊഴിൽ സംഘടനയും നടത്തിയ വിശകലനങ്ങൾ കൂടി പരിശോധിക്കാം. രാജ്യത്തെ ധനകാര്യ ലോബിയുടെ സ്വാധീനമാണ് ഈ പരിഷ്കരണത്തിന് പിന്നിലെന്ന് കെ ടിപ്പ് പറയുന്നത്. ഇൻഷുറൻസ് ലോബിയുടെ കാഴ്ചപ്പാടിൽ ആയുർദൈർഘ്യം കൂടിയതുകൊണ്ട് പെൻഷൻ വ്യവസ്ഥകൾ അവർക്ക് അനുകൂലമായി തിരുത്തി എഴുതുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ തൊഴിൽ സംഘടനകളും SP എന്ന രാഷ്ട്രീയ പാർട്ടിയും റഫറണ്ടം ആവശ്യപ്പെട്ട് 1,30,000 ഒപ്പുകൾ ശേഖരിച്ചതുകൊണ്ടാണ് ജനങ്ങളുടെ തീരുമാനത്തിനായി ഈ വിഷയം വന്നത്. ഒരാളുടെ മാൻഡേറ്ററി പെൻഷൻ പ്രകാരമുള്ള നിക്ഷേപത്തിന് കൺവേർഷൻ റേറ്റ് 6.8% എന്നത് 6% കുറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കെ ടിപ്പ് ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നു. ഒരാൾക്ക് 3 ലക്ഷം ഫ്രാങ്ക് മാൻഡേറ്ററി നിക്ഷേപത്തിലുണ്ടെങ്കിൽ 6.8% പ്രകാരം 1,700 ഫ്രാങ്ക് പെൻഷൻ കിട്ടും. എന്നാൽ 6% കൺവേർഷൻ റേറ്റ് കുറയുമ്പോൾ മാസ പെൻഷൻ 1,500 ഫ്രാങ്കായി കുറയും. 200 ഫ്രാങ്കിൻ്റെ കുറവാണ് ഒരു മാസം സംഭവിക്കുന്നത്. SGB എന്ന തൊഴിലാളി സംഘടന പെൻഷൻ നഷ്ടത്തിൻ്റെ കണക്കുകൾ ചില ഉദാഹരണങ്ങൾ സഹിതം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. 5,400 ഫ്രാങ്ക് ശമ്പളം വാങ്ങുന്ന 50 വയസ്സ് പ്രായമുള്ള വ്യക്തി മാസം 100 ഫ്രാങ്ക് കൂടുതൽ അടയ്ക്കുകയും പെൻഷനിൽ 127 ഫ്രാങ്കിൻ്റെ കുറവുണ്ടാവുകയും ചെയ്യും. 6,800 ഫ്രാങ്ക് ശമ്പളം വാങ്ങുന്ന 45 വയസ്സുള്ള വ്യക്തി മാസം 42 ഫ്രാങ്ക് കൂടുതൽ അടയ്ക്കുകയും എന്നാൽ പെൻഷനിൽ 258 ഫ്രാങ്ക് കുറവുണ്ടാവുകയും ചെയ്യും. 5,385 ഫ്രാങ്ക് ശമ്പളം വാങ്ങുന്ന 27 വയസ്സുകാരൻ ഒരു മാസം 162 ഫ്രാങ്ക് കൂടുതൽ അടയ്ക്കുമ്പോൾ പെൻഷനിൽ ഉണ്ടാകുന്ന വർധനവ് 31 ഫ്രാങ്ക് മാത്രമാണ്. 45 വയസ്സുള്ള 1,900 ഫ്രാങ്ക് ശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം തൊഴിലാളി 187 ഫ്രാങ്ക് കൂടുതൽ അടയ്ക്കുമ്പോൾ 212 ഫ്രാങ്ക് പെൻഷനിൽ വർധനവ് ലഭിക്കും. 55 വയസ്സുള്ള വ്യക്തി 5,400 ഫ്രാങ്ക് ശമ്പളം വാങ്ങുമ്പോൾ മാസ അടവിൽ 11 ഫ്രാങ്ക് കുറയുകയും പെൻഷനിൽ 67 ഫ്രാങ്കിൻ്റെ കുറവുണ്ടാവുകയും ചെയ്യും. ഇത്രയും ഉദാഹരണങ്ങളാണ് വിവിധ പ്രായത്തിലുള്ളവർക്കും വിവിധ ശമ്പളം പറ്റുന്നവർക്കും ഉണ്ടാകുന്ന മാറ്റമെന്നാണ് SGB പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കെ ടിപ്പ് പ്രസിദ്ധീകരണത്തിൻ്റെ കണക്ക് പ്രകാരം 2023 അവസാനം പെൻഷൻ ഫണ്ട് സ്ഥാപനങ്ങളുടെ ആകെ നിക്ഷേപം 1,324 ബില്യൺ ഫ്രാങ്കാണ്. പെൻഷന് വേണ്ടി ഇൻഷുർ ചെയ്തിരിക്കുന്നവർക്കും പെൻഷനായവർക്കും ആവശ്യമായ തുക മാറ്റിയ ശേഷമുള്ള റിസർവ് 156 ബില്യൺ ഫ്രാങ്ക് ആണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 28.5 ബില്യൺ കൂടുതലാണിത്. വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക സുസ്ഥിരത പെൻഷൻ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. സാധാരണ ജനത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കണക്കുകൾ വിശകലനം ചെയ്ത് ഈ വിഷയത്തിൽ ജനം എങ്ങനെ വിധി എഴുതുമെന്ന് കാത്തിരുന്ന് കാണാം. സെപ്റ്റംബർ 22-ന് ജനം വോട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം ബയോഡൈവേഴ്സിറ്റി ഇനിഷ്യേറ്റീവാണ്. ഈ ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രകൃതിയും മനുഷ്യൻ ജീവിക്കുന്ന മണ്ണും ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ട് ഈ വിഷയം ഭരണഘടനയിൽ എഴുതി ചേർത്ത് ആവശ്യമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണം. സംരക്ഷണത്തിൻ്റെ അഭാവം മൂലം വൈവിധ്യങ്ങളായ സസ്യങ്ങളും ഇതര ജീവജാലങ്ങളും നാമാവിശേഷമായി തേനീച്ച, ചിത്രശലഭങ്ങൾ എന്നിവയുടെ അഭാവ നിമിത്തം ചെടികളിൽ പരാഗണം നടക്കാതിരിക്കുകയും വിളവുകളിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു. സർക്കാർ പറയുന്നത് നിലവിൽ പ്രകൃതി സംരക്ഷണത്തിന് കൃത്യമായ നിയമങ്ങൾ ഉണ്ട്. ഇനിയും പുതിയ നിയമങ്ങൾ ഉണ്ടായാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും ഒരു വർഷം 400 മില്യൺ അധിക ബാധ്യത ഉണ്ടാകുമെന്നുമാണ്. EVP, ഗ്രീൻ ലിബറൽ, SP എന്നീ പാർട്ടികൾ ഇനിഷ്യേറ്റീവിന് അനുകൂലമാണ്. പാസ്സാക്കരുതെന്ന് പാർലമെൻറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പെൻഷനായവർക്ക് സ്വിസ് ഗവൺമെൻറ് ഒരു സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. രാജ്യത്തെ വിലക്കയറ്റം കണക്കാക്കി 2025 മുതൽ 70 ഫ്രാങ്ക് വരെ അഹഫൗ പെൻഷനിൽ വർധനവ് വരുത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അലവൻസിലും വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഹഫൗ പെൻഷനിൽ 2.9% വർധനവാണ് നൽകുന്നത്. നിലവിലെ മിനിമം പെൻഷനായ 1,225 ഫ്രാങ്കിനോട് 35 കൂട്ടി 1,260 ആക്കുന്നു. പരമാവധി പെൻഷൻ 2,450 എന്നത് 70 കൂട്ടി 2,520 മാറുന്നു. 35 മുതൽ 70 ഫ്രാങ്ക് വരെയാണ് വർധനവുണ്ടാവുക. അതോടൊപ്പം കുട്ടികൾക്കായുള്ള അലവൻസ് 200-ൽ നിന്നും 215 ഫ്രാങ്കായി വർദ്ധിപ്പിക്കുവാനും തീരുമാനമെടുത്തു.
വിദ്യാഭ്യാസ അലവൻസ് 250 നിന്നും 268 ഉയർത്തുവാനും സർക്കാർ തീരുമാനിച്ചു. 2009 ശേഷം ആദ്യമായിട്ടാണ് കുട്ടികൾക്കുള്ള അലവൻസിൽ വർധനവ് പ്രഖ്യാപിക്കുന്നത്. 13ാം മാസ ആഹാഫോ പെൻഷൻ 2026 മുതൽ നൽകുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം നടന്ന ഇനിഷ്യേറ്റീവ് മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജനം പാസ്സാക്കിയത് വഴിയാണ് 13ാം മാസ പെൻഷന് സാധ്യത ഉണ്ടായത്. അധികമായി വേണ്ടിവരുന്ന തുക കണ്ടെത്തുന്നതിന് 2 മാർഗങ്ങളാണ് പരിഗണനയിലെന്നും മന്ത്രി എലിസബത്ത് ബൗമേഷ്-നായിഡർ മാസങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നു. തൊഴിൽ ചെയ്യുന്ന കാലത്ത് അടയ്ക്കുന്ന ആഹാഫോ ഫണ്ട് വിഹിതത്തിലും വാല്യൂ ആഡഡ് ടാക്സിലും നേരിയ വർധനവ് നടത്തി പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു ആ നിർദ്ദേശം. ഒരു വർഷം 4.2 ബില്യൺ ഫ്രാങ്ക് അധിക ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്നു. വാല്യൂ ആഡഡ് ടാക്സ് എന്ന മെർവറ്റ് സ്റ്റെയർ മാത്രം വർദ്ധിപ്പിച്ച് ഈ പണം കണ്ടെത്തുവാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് പത്രസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനമാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ ഉയരുന്നത്. വിലവർധന വഴി പെൻഷൻകാർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് 13ാം മാസ പെൻഷൻ എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടതും നടപ്പിലാക്കുവാൻ തീരുമാനമായതും. എന്നാൽ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന അധിക പെൻഷൻ കൊണ്ട് ഗുണമില്ലാതാവുകയും തിരികെ സർക്കാരിലേക്ക് എത്തുകയും ചെയ്യും. പാർലമെൻറ്റ് ശരത്കാല സമ്മേളനത്തിൽ ചർച്ച വരികയും ശീതകാല സമ്മേളനത്തിൽ തീരുമാനമാകേണ്ടതുമായ വിഷയമാണിത്. വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയിലെ പാർലമെൻ്റ് അംഗം തമാറ ഫുൻസിൽ അഭിപ്രായപ്പെട്ടത് നീതീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളതെന്നാണ്. പാർലമെൻറ്റിൽ ഈ നിർദ്ദേശത്തെ എതിർക്കുമെന്ന് SVPയും പറഞ്ഞിട്ടുണ്ട്. ഡി മിറ്റെ എന്ന പാർട്ടി ഈ നിർദ്ദേശത്തോട് അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അധികമായി വേണ്ടിവരുന്ന തുക കണ്ടെത്തുമ്പോൾ അതിൻ്റെ ബാധ്യത എല്ലാ ജനങ്ങൾക്കുമായി വീതിക്കപ്പെടണം. ജോലി ചെയ്യുന്നവർ മാത്രം വിഹിതം നൽകിയാൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു ബാധ്യതയും ഉണ്ടാകില്ല എന്നാണ് പാർട്ടി പറയുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ നികുതിയിൽ വർധന ഉണ്ടാകാതിരുന്നാൽ സാധാരണ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും അവർ പറയുന്നു. അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതാണ്. മിതമായ നിരക്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള വിമാനയാത്രാ ടിക്കറ്റുകൾക്ക് KJ ട്രാവൽസ് ആൻഡ് ടൂർസ് സൂറിക്. മികച്ച കസ്റ്റമർ സേവനം ഓരോ യാത്രക്കാരനും ഉറപ്പു നൽകുന്നു. ഇന്ത്യ, ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗ്രൂപ്പ് ടൂറുകൾക്ക് ഏറ്റവും പ്രൊഫഷണലായ ഓഫർ KJ ട്രാവൽസ് നൽകുന്നു. പണമടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡ് സൗകര്യം. KJ ട്രാവൽസ് ആൻഡ് ടൂർസ് സൂറിക്. ഫോൺ 004178955062. ഇമെയിൽ jkochad@gmail.com, kj@gmx.net. പെൻഷൻ വ്യവസ്ഥയിലെ 1ാം പില്ലർ ആഹാഫോ എന്ന ഓൾഡ് ഏജ് ആൻഡ് സർവൈവേഴ്സ് ഇൻഷുറൻസ് സംബന്ധമായ ചർച്ചകൾ കഴിഞ്ഞ മാസം വീണ്ടും സജീവമായി. ആഹാഫോ ഫണ്ട് റിസർവിലെ കണക്കുകൾ തയ്യാറാക്കിയതിൽ മന്ത്രാലയത്തിന് ഗുരുതരമായ തെറ്റുകൾ ഉണ്ടായി എന്നും അതുകൊണ്ട് മാത്രമാണ് സ്ത്രീകളുടെ പെൻഷൻ പ്രായം ഉയർത്തിയതെന്നുമുള്ള ആരോപണം ഇടതു പാർട്ടികൾ ഉയർത്തിക്കഴിഞ്ഞു. സർക്കാർ ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന ആഹാഫോ പെൻഷൻ ഫണ്ട് അടുത്ത 10 വർഷത്തേക്ക് സുസ്ഥിരമാക്കുക എന്നതായിരുന്നു മന്ത്രാലയത്തിൻ്റെ ഉദ്ദേശം. 2030 ആകുമ്പോൾ ഫണ്ടിൽ വലിയ കുറവ് സംഭവിക്കുമെന്ന് പ്രചരണം നടത്തി പരിഹാരം കാണുന്നതിന് 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. വാല്യൂ ആഡഡ് ടാക്സ് 0.4% ഉയർത്തുക, അതോടൊപ്പം സ്ത്രീകളുടെ പെൻഷൻ പ്രായം 64 നിന്നും 65 ഉയർത്തി പുരുഷന്മാർക്ക് തുല്യമാക്കുക. ഈ 2 വിഷയങ്ങളും പാസ്സാക്കുന്നതിനായി 2022 സെപ്റ്റംബറിൽ നടന്ന ഇനീഷ്യേറ്റീവ് നേരിയ ഭൂരിപക്ഷത്തിൽ പാസ്സാവുകയും 2024 നിയമമാവുകയും ചെയ്തു. എന്നാൽ ഈ ഫണ്ടിൽ സംഭവിക്കാവുന്ന ചെലവ് കണക്കുകൂട്ടിയതിൽ ഗുരുതരമായ പിഴവുണ്ടായി എന്ന വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായത്. 2033 പെൻഷനായി കൊടുക്കേണ്ടി വരുന്ന തുകയുടെ കണക്കിൽ 4 ബില്യൺ അധികമായി കണക്ക് കൂട്ടിയെന്നാണ് ഇപ്പോൾ വ്യക്തമായത്. തെറ്റായ കണക്കുകൾ നിരത്തി ആഹാഫോ ഫണ്ടിലെ സ്ഥിതി മോശമാണെന്ന് പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ജനം വോട്ട് ചെയ്ത് സ്ത്രീകളുടെ പെൻഷൻ പ്രായം ഉയർത്തിയതെന്ന ആരോപണം SP, ഗ്രീൻ പാർട്ടികളുടെ വനിതാ വിഭാഗം ഉന്നയിച്ചു കഴിഞ്ഞു. 50.6% എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് ഈ നിയമം പാസ്സായത്. ഈ നിയമപ്രകാരം 2025 പെൻഷനാകേണ്ട സ്ത്രീകൾ 64 വയസ്സും 3 മാസവും ജോലി ചെയ്യണം. ഇപ്രകാരം ഓരോ വർഷവും 3 മാസം വീതം വർദ്ധിപ്പിച്ച് നിയമം നടപ്പിലാകും. 1964 ജനിച്ച സ്ത്രീകളായിരിക്കും 65 വയസ്സിൽ പെൻഷനാകുന്ന ആദ്യ ബാച്ച്. ഗ്രീൻ പാർട്ടി ഈ വിഷയത്തിൽ ഫെഡറൽ കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെറ്റായ കണക്കുകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇനിഷ്യേറ്റീവ് വിജയിപ്പിച്ചത് അംഗീകരിക്കാനാകില്ല എന്നും സ്ത്രീകളുടെ പെൻഷൻ പ്രായവർദ്ധന റദ്ദാക്കണമെന്നുമാണ് പാർട്ടി കോടതിയിൽ ആവശ്യപ്പെടുകയെന്ന് പ്രസിഡന്റ് ലീസ മത്സോണെ അറിയിച്ചു. 2016 ഇപ്രകാരം തെറ്റായ കണക്കുകൾ പരസ്യപ്പെടുത്തി നടന്ന ഒരു ഇനിഷ്യേറ്റീവ് കോടതി അസാധുവാക്കിയിട്ടുണ്ട് എന്നതും ഓർമ്മിക്കേണ്ടതാണ്. ജർമ്മൻ നഗരമായ സോളിംഗനിൽ കഴിഞ്ഞ വാരാന്ത്യം നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുന്നതോടൊപ്പം അമർഷവും വർദ്ധിക്കുകയാണ്.
സിറ്റി ഫെസ്റ്റ് നടന്നപ്പോൾ 26-കാരനായ സിറിയൻ അഭയാർത്ഥി യുവാവ് കത്തിയുമായി ജനങ്ങളെ ആക്രമിക്കുകയായിരുന്നു. 3 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം ജർമ്മൻ രാഷ്ട്രീയവും കലുഷിതമാക്കിയിട്ടുണ്ട്. അഭയാർത്ഥി വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് അറിയിച്ചു. അഭയാർത്ഥികൾ മൂലമുണ്ടാകുന്ന വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ച് അതിവേഗം വളരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി AFDയും ശക്തമായി രംഗത്തുണ്ട്. ആവർത്തിക്കപ്പെടുന്ന ഭീരാക്രമണങ്ങൾ ജനത്തിൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റുകയാണ്. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ മാസം ഉണ്ടായ കലാപം അവസാനിച്ചെങ്കിലും കാരണങ്ങളും വിഷയങ്ങളും അവസാനിച്ചിട്ടില്ല. അമേരിക്കൻ മ്യൂസിക് സ്റ്റാർ ടൈലർ സ്വിഫ്റ്റ് ഓസ്ട്രേലിയയിൽ നടത്താൻ തീരുമാനിച്ച 3 കോൺസേർട്ടുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് തീവ്രവാദ ഭീഷണിയെ തുടർന്നാണ്. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 20 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കുവാനും അക്രമത്തിലേക്ക് തിരിച്ചുവിടുവാനും തീവ്രവാദ സംഘടനകൾ കഴിയുന്നു എന്നത് വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. ഈ വർഷം യൂറോ എയർപോർട്ട് ബോംബ് ഭീഷണിയെ തുടർന്ന് നിരവധി തവണ മണിക്കൂറുകൾ പ്രവർത്തനരഹിതമായി. ജർമ്മനിയിൽ 2016 ശേഷം 10 തവണ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. ഇതിലൊക്കെ പ്രതികളായവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും എത്തിയ അഭയാർത്ഥികളാണ്. ഏറ്റവും അവസാനത്തെ അക്രമമാണ് കഴിഞ്ഞയാഴ്ച സോളിംഗിൽ നടന്നത്. സ്വിറ്റ്സർലൻഡിലും ഭീകരാക്രമണ ഭീഷണി കൂടി വരുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. സ്വിറ്റ്സർലൻഡിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമായി 30 ജിഹാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി പേർ സർക്കാരിൻ്റെ റിസ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി 20 വയസ്സിൽ താഴെയുള്ളവരെ ജിഹാദി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തന്ത്രങ്ങളാണ് IS പേരിലുള്ള ഭീകര സംഘടനകൾ സ്വീകരിക്കുന്നത്. ഭീകരാക്രമണങ്ങൾ കൂടുകയും തീവ്രവാദ സംഘടനകൾ വളരുകയും ചെയ്യുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലതുപക്ഷ തീവ്ര രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി വളരുകയും വിദേശികൾക്കെതിരെ കടുത്ത നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇംഗ്ലണ്ടിൽ വിദേശികൾക്കെതിരെ നടന്ന അക്രമങ്ങൾ തുടക്കം മാത്രമാണ്. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ വലതുപക്ഷ പാർട്ടികൾ ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ ജനപിന്തുണയാണ് നേടുന്നത്. ഒരു രാജ്യത്തെത്തുന്ന വിദേശികൾ തദ്ദേശീയരുടെ സംസ്കാരവും ജീവിത രീതികളും ആചാരങ്ങളും ബഹുമാനിക്കുവാനും വില കൽപ്പിക്കുവാനും തയ്യാറാകേണ്ടതുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് ഫാൻസി നമ്പറുകൾ സ്വന്തമാക്കുന്നത് പലർക്കും ഒരു ഹരമാണ്. അതിനായി എത്ര പണം മുടക്കുവാനും അവർ തയ്യാറാണ്. 2027 മുതൽ സ്വിറ്റ്സർലൻഡിൽ അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്തുകൊണ്ടുള്ള ഫാൻസി നമ്പറുകൾക്ക് സാധ്യത ഉണ്ടായിരിക്കുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ പേരിൻ്റെയോ വീട്ടുപേരിൻ്റെയോ ചില അക്ഷരങ്ങളും ഇഷ്ടപ്പെട്ട അക്കങ്ങളും ചേർത്ത് വാഹന നമ്പർ സ്വന്തമാക്കുവാൻ സാധിക്കും. നിലവിൽ ജർമ്മനിയിലും ഓസ്ട്രിയയിലും ബെൽജിയത്തിലും ഇപ്രകാരമുള്ള നമ്പറുകൾ ലഭ്യമാണ്. ഇഷ്ട നമ്പറുകൾക്ക് സർക്കാർ എന്ത് വില നിശ്ചയിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. കന്റോണുകൾക്ക് നല്ലൊരു വരുമാന മാർഗമായി മാറുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ വർഷം ബെൽജിയത്തിൽ 13 മില്യൺ യൂറോ ഇപ്രകാരം സർക്കാരിന് ലഭിച്ചു. സ്വിറ്റ്സർലൻഡിലും വാനിറ്റി പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്ന ഫാൻസി നമ്പറുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. സ്യൂറിക്കിൽ ZH24 എന്ന നമ്പർ ലേലത്തിൽ പോയത് 2,99,000 ഫ്രാങ്ക് എന്ന വലിയ തുകയ്ക്കാണ്. പുതിയ നമ്പർ നിയമം നടപ്പിലാക്കുന്ന നടപടികൾക്കായി ഗതാഗത വകുപ്പ് പഠനം നടത്തിവരുന്നു. ഓണാഘോഷത്തിന് മുന്നോടിയായി ബി ഫ്രണ്ട്സ് നടത്തിയ ഉത്സവ് 24 പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പെൻസിൽ ഡ്രോയിങ്, ചെസ്, ക്യാരംസ് എന്നീ മത്സരങ്ങളിൽ ധാരാളം ടീമുകളാണ് പങ്കെടുത്തത്. വാശിയേറിയ ചീട്ടുകളി മത്സരത്തിൽ റമ്മിയിൽ ജോസ് പുലിക്കോട്ടിൽ, കാർഡ് 28-ൽ ജോസ് പുലിക്കോട്ടിൽ, ജസീന്ത പുലിക്കോട്ടിൽ, കാർഡ് 56-ൽ ജോജോ വിച്ചാട്ട്, ടോമി തൊണ്ടാങ്കുഴി, സാൻഡി പള്ളിക്കമാലിൽ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ബി ഫ്രണ്ട്സ് പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ, സെക്രട്ടറി പുഷ്പ തടത്തിൽ, കോർഡിനേറ്റർമാരായ സിജു സുരേഷ്, രതീഷ് രാമനാഥൻ, ലിസ സണ്ണി, മൻസൂർ സഖീന എന്നിവർ ഉത്സവ് 24-ന് നേതൃത്വം നൽകി. ബാസൽ സെൻറ്റ് അൽഫോൻസ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഓഗസ്റ്റ് 25-ന് ബാസൽ സെൻറ്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഫാദർ നെൽസൺ തെക്കിനേഴത്ത് മുഖ്യ കാർമ്മികനായി. കുർബാനയ്ക്ക് ശേഷം നൊവേനയും ലതിയും ഭക്തി നിർഭരമായി നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നടന്ന സ്നേഹവിരുന്നിൽ വിശ്വാസികൾ പങ്കെടുത്തു. അൽഫോൻസ കമ്മ്യൂണിറ്റി വികാരി ഫാദർ ജോസ് പരിയത്തറ, ഫാദർ ബിൻഡോ കോയിക്കര, കമ്മിറ്റി അംഗങ്ങളായ ജോർജ് പുൽപ്രയിൽ, മാർട്ടിൻ പിട്ടാപ്പള്ളി എന്നിവരാണ് തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്.
സ്വിസ് മലയാളി അസോസിയേഷൻ ബാസൽ ഓണാഘോഷം ഓഗസ്റ്റ് 24-ന് പ്രാത്തലൻ കുസ്പോ ഹാളിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടി. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം സാന്ദ്ര മുക്കുന്തറയിൽ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച പൊതുസമ്മേളനം സിംഗന്ത CTO ഫിറോസ് ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്തു. കിരൺ ജോസഫ് സ്വാഗതവും സോമിച്ചൻ കിഴക്കേ വീട്ടിൽ നന്ദിയും പ്രകാശിപ്പിച്ചു. ജെയ്സൺ കരയുടെ നേതൃത്വം നൽകിയ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ തോമസ് മൂക്കനാമ്പറമ്പിൽ മാവേലിയായി വേദിയിലെത്തി. തുടർന്ന് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്ന കലാവിരുന്നുകളായിരുന്നു. കെവിൻ പൂതുള്ളിയുടെ നേതൃത്വത്തിൽ യൂത്ത് ടീം കിയോസ്ക് ഒരുക്കിയത് പുതുമയായി. എൽസയും ആനി സിറിയക്കും ചേർന്ന് മോഡറേഷൻ നിർവഹിച്ചു. രുചികരമായ ഓണസദ്യ ഒരുക്കിയത് ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഷെഫ് ബിനീഷ് ആയിരുന്നു. ബി ഫ്രണ്ട്സ് ഓണമഹോത്സവം സെപ്റ്റംബർ 7-ന് സ്യൂറിക്കിലെ ക്യുസനാക്ട് ഹെസ്ലി ഹാളിൽ ആഘോഷിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലായെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 23 കൂട്ടം കേരള വിഭവങ്ങളുമായി ഒരുക്കുന്ന ഓണസദ്യയ്ക്ക് ജോസ് പെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറായി കഴിഞ്ഞു. ഓണപ്പാട്ടുകളും തിരുവാതിരയും നൃത്തങ്ങളും കോർത്തിണക്കിയ ഓപ്പണിംഗ് പ്രോഗ്രാം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ അതിപ്രശസ്ത മ്യൂസിക് ബാൻഡ് തൈക്കുടം ബ്രിഡ്ജ് ഒരുക്കുന്ന സംഗീത രാവ് മുഖ്യ ആകർഷണമാണ്. നേഴ്സിംഗ് എക്സലൻസ് അവാർഡും ഡ്രസ് അവാർഡുകളും ഓണാഘോഷ വേദിയിൽ സമ്മാനിക്കുന്നതാണ്. ആഘോഷങ്ങളുടെ വിജയത്തിനായി പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ, സെക്രട്ടറി പുഷ്പ തടത്തിൽ, ട്രഷറർ സംഗീത മണിയേരി, ആർട്സ് കൺവീനർ ബിന്ദിയ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു. കലാ സാംസ്കാരിക സംഘടനയായ കേളി ഒരുക്കുന്ന പൊന്നോണം സ്യൂറിക് ബ്യൂലാഹിലെ വിശാലമായ ഹാളിൽ വെച്ച് സെപ്റ്റംബർ 21-ന് കൊണ്ടാടുകയാണ്. 26-ലധികം വിഭവങ്ങളുമായി ഒരുക്കുന്ന ഓണസദ്യ പ്രധാന ആകർഷണമാണ്. സദ്യ ആസ്വദിക്കുമ്പോൾ നാടൻ പാട്ടുകളിലൂടെ ജനത്തെ ആനന്ദിപ്പിക്കുവാൻ രാജേഷ് തമ്പുരു, മനോജ് ഗിന്നസ്, രാജേഷ് തിരുവമ്പാടി എന്നിവർ എത്തുന്നു. ഓണസദ്യയ്ക്ക് ശേഷം ഉദ്ഘാടന നൃത്ത പ്രദർശന പരമ്പരയിൽ 100-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും. ദേശീയ അവാർഡ് ജേതാവ് നരേഷ് അയ്യരും തിനക് ദിൻ ബാൻഡും അവതരിപ്പിക്കുന്ന സംഗീത നിശ മുഖ്യ ആകർഷണമാണ്. കേരളത്തിൽ നിന്നുള്ള പാചക വിദഗ്ധർ ഒരുക്കുന്ന അത്താഴ വിരുന്ന് മറ്റൊരു പ്രത്യേകതയാണ്. ഈ സെപ്റ്റംബർ 21-ന് നടക്കുന്ന കേളി പൊന്നോണം 2024 തിരുമേനിയോടൊപ്പം ഞാനും നിങ്ങളെ കാണാനെത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തണം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം അടിച്ച് പൊളിക്കണം. ഓണാഘോഷത്തെ വിജയത്തിനായി പ്രസിഡന്റ് ദീപ മേനോൻ, സെക്രട്ടറി ജിജിൻ രാജഗോപാലൻ, ട്രഷറർ അജയ് ചന്ദ്രൻ നായർ, ആർട്സ് സെക്രട്ടറി റീന അബ്രഹാം, പ്രോഗ്രാം ഓർഗനൈസർ സിഞ്ചോ നെല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രോവിൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻ്റർനാഷണൽ വോളിബോൾ ടൂർണമെൻറ്റ് സ്യൂറിക് റാപ്സിലെ സ്പോർട്സ് ഹാളിൽ വെച്ച് ഒക്ടോബർ 5-ന് നടക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. വിജയികൾക്കായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്: ഒന്നാം സമ്മാനം €2500 ട്രോഫി ഗോൾഡ് മെഡൽ, രണ്ടാം സമ്മാനം €1500 ട്രോഫി സിൽവർ മെഡൽ, മൂന്നാം സമ്മാനം €750 ട്രോഫി ബ്രോൺസ് മെഡൽ എന്നിവയാണ്. സ്വിസ് വോളിബോൾ ഫെഡറേഷൻ്റെ നിയമാവലി അനുസരിച്ചായിരിക്കും മത്സരങ്ങൾ നടത്തുക. ടൂർണമെൻറ്റ് വിജയത്തിനായി WMC എക്സിക്യൂട്ടീവ്, യൂത്ത് ഫോറം, വനിതാ ഫോറം എന്നീ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് ജോബിൻസൺ കൊറ്റത്തിൽ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.